Hi dear learners, I am Shahida. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA ഹിന്ദി ഫസ്റ്റ് സെമിസ്റ്ററിലെ ഹിന്ദി സാഹിത്യ का इतिहास आदिकाल से रीतिकाल तक എന്ന ഈ ലേണിംഗ് മെറ്റീരിയലിലെ അവസാനത്തെ യൂണിറ്റ് ആണ്. ആറാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ്. നമ്മളിപ്പോൾ രീതികാലത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ലാസ്റ്റ് യൂണിറ്റിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ രീതികാൽ के अन्य प्रमुख कवि और प्रवृत्तियां. രീതികാലത്തിലെ ഇപ്പോൾ എല്ലാ പ്രമുഖ കവികളും പറഞ്ഞു. ഇനി പറയാത്ത കുറച്ച് പ്രമുഖ കവികളും അവരുടെ പ്രവൃത്തികളെ കുറിച്ചുമാണ് ഇതിൽ പറയുന്നത്. രീതികാൽ അന്യ പ്രമുഖ കവിയോं की जानकारी प्राप्त करता है. രീതികാലത്തിൽ മറ്റ് അന്യ പ്രമുഖ വ്യക്തികളെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നു. രീതികാലിൻ അന്യ കാവ്യ പ്രവൃത്തിയോं की जानकारी प्राप्त करता. രീതികാലത്തിലെ പ്രേരണകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കുന്നു. രീതികാലിന് ഭക്തികാവ്യ ജാൻകാരി. രീതികാലത്തിലെ ഭക്തികാവ്യങ്ങളെ കുറിച്ചുള്ള അറിവ് നമ്മൾക്ക് ലഭിക്കുന്നു. രീതികാലിന് സൂഫി കാവ്യ ജാൻകാരി. രീതികാലത്തിൽ ഉണ്ടായിരുന്ന സൂഫി കാവ്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. രീതികാലിൻ അന്യ പ്രേമാഖ്യാൻ കാവ്യ ജാൻകാരി പ്രാപ്ത് करता है. രീതികാലത്തിലെ മറ്റ് പ്രേമാഖ്യാന കാവ്യങ്ങളെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നു. रीतिकाल में राजा महाराजाओं के जीवन विलासित के अतिरिक्त आम जनता धार्मिक प्रवृत्तियों से अधिक प्रभावित थे. രീതികാലത്തിലെ രാജാവും മഹാരാജാക്കന്മാരുമെല്ലാം ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കുമ്പോൾ സാധാരണ ജനങ്ങൾ മതപരമായ നിഷ്ഠയോടുകൂടിയുള്ള ഒരു ജീവിതത്തിൽ പ്രഭാവിതരായിരുന്നു. निर्गुण भक्ति धारा से प्रभावित होकर जनसाधारण से अनेक कवि उभर कर आए. നിർഗുണ ഭക്തി ശാഖയിൽ പ്രഭാവിതരായിട്ട് ജനസാധാരണയിൽ നിന്നും ധാരാളം കവികൾ പുറത്തേക്ക് വന്നു. ഫലസ്വരൂപ രീതികാൽ में अनेक ഭക്തി കാവ്യ की रचना हुई. അതുകൊണ്ട് തന്നെ അതിന്റെ ഫലസ്വരൂപമായി രീതികാലത്തിൽ ഒരുപാട് ഭക്തി രചനകൾ എഴുതപ്പെട്ടു. साथ ही अनेक सूफी और प्रेमाख्यान काव्य भी देख सकता है. കൂടാതെ അനേകം സൂഫി പ്രേമാഖ്യാന കാവ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു. രീതികാल की मुख्य प्रवृत्तियों के अलावा अन्य साहित्यिक प्रवृत्तियां भी രീതികാल को संपन्न बना देता है. രീതികാലത്തിലെ മുഖ്യ പ്രവൃത്തികൾ കൂടാതെ അന്യ സാഹിത്യക പ്രവൃത്തികളും രീതികാലത്തിൽ സമ്പന്നമാക്കിയിരുന്നു. इनमें भक्ति भावना सूफी अथवा പ്രേമാഖ്യാന की പ്രവൃത്തിയാം ആദി ഉല്ലേഖനീയ. ഇതിൽ തന്നെ ഭക്തി ഭാവനയിലും സൂഫി പ്രഭാവത്തിലുമുള്ള രചനകൾ എടുത്തു പറയത്തക്കതാണ്. ഇനി ചർച്ച എന്താന്ന് നോക്കാം. സന്ത് ഭക്തി കാവ്യങ്ങൾ ഏത് രീതികാലത്തിലുള്ള भक्तिकाल के बाद अपनी ज्ञान योग भावना को अग्रसर करने में രീതികാल के कई संत कवियों ने समय समय पर योग दिया. ഭക്തികാലത്തിന് ശേഷം രീതികാലത്തിൽ തങ്ങളുടെ അറിവിനെ പ്രയോജനപ്പെടുത്തി ധാരാളം സന്ത് കവികൾ രചനകൾ എഴുതിയിരുന്നു. इसमें प्रमुख है प्यारी साहब, यारी साहब, दरिया साहब, जगजीवन दास, पलटू साहब, चरण दास, ശിവനാരായൺ और തുളസി സാഹബ് ആദി. ഇവരിൽ പ്രധാനികളായിരുന്നു ഈ പറയുന്ന വ്യക്തികളെല്ലാം. ഇവരാരാണ്? രീതികാലത്ത് ഭക്തികാലത്തിന് സമാനമായ രചനകൾ എഴുതിയ സന്ത് കവികളായിരുന്നു ഇവരെല്ലാം. അടുത്ത സൂഫി തഥാ പ്രേമാഖ്യാന കാവ്യ. അത് രീതികാലത്തിലുള്ള സൂഫി കാവ്യങ്ങൾ. भक्तिकाल के बाद रीतिकाल में भी प्रेमाख्यान काव्य परंपरा की प्रवृत्ति देख सकते हैं. यह दो प्रकार के होते हैं, आध्यात्मिक सिद्धांत परक तथा लौकिक प्रेम परक. ഈ രീതികാലത്തിലും സൂഫി കവികൾ ഉണ്ടായിരുന്നു. അവ രണ്ട് പ്രകാരത്തിലാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ആധ്യാത്മികമായ സിദ്ധാന്തങ്ങളിലുള്ളതും രണ്ട് ലൗകിക പ്രേമപരമായിട്ടുള്ള രചനകൾ എഴുതുന്നവരും. പ്രമുഖ കവികൾ ഹെ കാശിം ഷാഹ്, നൂർ മുഹമ്മദ്, ഷേഖ് നിസാർ, സൂർദാസ്,
ദുഃഖ് ഹർദാസ് ആദി ഇവരുടെ പ്രമാണികളാണ് ഈ പറയപ്പെടുന്ന വ്യക്തികൾ എല്ലാവരും. നമ്മളുടെ രീതികാലത്തിലെ സൂഫി കൃതികൾ എഴുതിയ മഹത്വപൂർണരായ വ്യക്തികളായിരുന്നു. ഇനി ഈ രീതികാലത്തിലെ അന്യപ്രവൃത്തികൾ. रीतिकालीन प्रेमाख्यानिक प्रवृत्तियों में भक्तिकालीन प्रेमाख्यान काव्य भाषा की सरलता और स्वाभाविकता नहीं देख सकता है. ഈ രീതികാലത്തിലെ പ്രേമാഖ്യാനിക് പ്രവൃത്തികളിൽ ഭക്തികാലത്തിലെ പ്രേമാഖ്യാനത്തിൽ കണ്ടിരുന്ന ഭാഷയുടെ സരളതയും സ്വാഭാവികതയും ഈ രീതികാലത്തിൽ ഉണ്ടായിരുന്നില്ല. उनमें अधिक अलंकार पांडित्व प्रदर्शन और नायक नायिका भेद की प्रवृत्ति देख सकते हैं. ഇതിൽ കൂടുതലായിട്ടും അലങ്കാരങ്ങളും അവരുടെ പാണ്ഡിത്യ പ്രദർശനവും നായികാഭേദ കൃതികളുമാണ് കൂടുതലായിട്ടും കാണപ്പെട്ടിരുന്നത്. രീതികാലീൻ രാംകാവ്യ, കൃഷ്ണകാവ്യ, നീതികാവ്യ और വീർകാവ്യ ആദി ഉദാഹരണം. രീതികാലത്തിൽ എഴുതപ്പെട്ട രാമകാവ്യങ്ങളും കൃഷ്ണകാവ്യങ്ങളും ധർമ്മകാവ്യങ്ങളും വീരകാവ്യങ്ങളും എല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് ഇതിന്റെ അവലോകനമാണ്. രീതികാलीन समाजिया कवियों में तत्कालीन जनता को प्रेरणा या संदेश देने वाली कोई प्रवृत्ति दिखाई नहीं देती. രീതികാലത്തിലെ സമൂഹത്തിലെയും തൽക്കാലിക ജനതാക്കോ പ്രേരണ. രീതികാലത്തിന്റെ സമൂഹത്തിലുള്ള കവികൾ സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രേരണയോ സന്ദേശമോ കൊടുക്കുന്ന തരത്തിലുള്ള യാതൊരു രചനകളും എഴുതിയിരുന്നില്ല. तत्कालीन രീതികാलीन काव्यों में नवीन जीवन दर्शन तो नहीं देख सकता है. സാധാരണ രീതികാലത്തിലെ ആ കാവ്യങ്ങളിൽ നവീനമായ പുതിയൊരു ജീവിത ദർശനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് ഒരു നേർവഴി കാണിച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മഹത്തായ ഒരു സത്ത് ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള യാതൊരു രചനകളും രീതികാലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. तत्कालीन राजाओं को विलासपूर्ण जीवन शैली के कारण रचनाओं में राष्ट्रीय भावना की कमी दिखाई पड़ता है. അന്നത്തെ കാലത്തെ രാജാക്കന്മാരുടെ ആഡംബരപൂർണമായ ജീവിതത്തിന് കാരണം അന്നത്തെ രചനകളിൽ രാഷ്ട്രീയ ഭാവനയുടെ കമ്മി വളരെയധികം കുറവായിരുന്നു. ജനങ്ങൾക്ക് ആവശ്യമായ യാതൊരു സംഭവങ്ങളും രാജാക്കന്മാരെ തൃപ്തിപ്പെടുത്തുന്നതിനും സൂചിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള രചനകളായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ഇതിന്റെ പുനരാവൃത്തി. ഭക്തി കേന്ദ്രിത രചനായം ദേഖ് സക്തേ ഹെ. ഭക്തി കേന്ദ്രിതമായ രചനകളാണ് നമ്മൾ ഇവിടെ കണ്ടത്. സൂഫി കാവ്യത്തിലെ രചനകൾ നമ്മൾ കണ്ടു. പ്രേമാഖ്യാന കാവ്യത്തിന്റെ രചനകൾ രീതികാലത്തിലുള്ളത്. രാം ഓർ കൃഷ്ണ കാവ്യക്ക് രചന, അതൊക്കെ ഈ രീതികാലത്തിലുള്ള രചനകളാണ് നമ്മളിവിടെ കണ്ടത്. ഇവിടെ രാഷ്ട്രീയ യൂണിറ്റിൽ പറയുന്നത് എന്താ വെച്ചാൽ രീതികാലത്തിലെ രീതി നിരൂപണ ഗ്രന്ഥങ്ങളും സാധാരണ രീതികാവ്യങ്ങളും അല്ലാതെ ആ കാലത്തും ഭക്തികാവ്യങ്ങൾ രചിക്കപ്പെട്ടിരുന്നു. ഈ ഭക്തികാവ്യങ്ങളിൽ സന്ത് കവികളും സൂഫി കവികളും ഉണ്ടായിരുന്നു. ഈ സന്ത് കവികളും അവർ രചനകൾ തരുന്നു. ഭക്തികാലത്തിൽ അത്രയും മനോഹരമല്ല എങ്കിലും സൂഫി കവികളും മനോഹരമായ പ്രേമാഖ്യാന കവിതകൾ എഴുതിയിരുന്നു. രീതികാലത്തിലെ ഈ കാവ്യാംഗ നിരൂപണ ഗ്രന്ഥങ്ങളും ബിഹാരി സസൈ പോലുള്ള മഹത്തരമായ ഗ്രന്ഥങ്ങളും കൂടാതെ ഈ ഗ്രന്ഥങ്ങളെല്ലാം ചേർന്നാണ് രീതികാലത്തെ സമ്പുഷ്ടമാക്കിയത്. ഇത്രയോടുകൂടി നമ്മുടെ ഈ ഒരു ലേണിംഗ് മെറ്റീരിയൽ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു 6-ാമത്തെയും 5-ാമത്തെയും യൂണിറ്റ് മുഴുവൻ രീതികാലാണ്. ഇത് നന്നായി വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് ഓടിച്ച് വായിച്ചു വിട്ടാൽ തന്നെ രീതികാലത്തെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഫസ്റ്റ് സെമസ്റ്ററിലെ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.